കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്തുന്നത് അമാന ഗ്രൂപ്പിന് വേണ്ടിയെന്ന് സ്വർണ്ണക്കടത്ത് സംഘാംഗം ചരൽ ഫൈസൽ 24-നോട് പറഞ്ഞു. 5 പേരുടെ ജീവൻ നഷ്ടപ്പെടാനിടയാക്കിയ രാമനാട്ടുകര അപകടത്തിന് പിന്നിൽ അമാന ഗ്രൂപ്പാണ്. മരിച്ചവരുടെ കുടുംബങ്ങളെ അമാന ഗ്രൂപ്പ് തിരിഞ്ഞു നോക്കിയില്ല. രാമനാട്ടുകര അപകടത്തിൽ പുനരന്വേഷണം വേണമെന്നും ചരൽ ഫൈസൽ ആവശ്യപ്പെട്ടു. ഒരു ദിവസം 10 കാരിയേഴ്സ് രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിലൂടെ അമാന ഗ്രൂപ്പിനായി സ്വർണം കടത്തുന്നുണ്ടെന്നും ചരൽ ഫൈസൽ പറഞ്ഞു. ചരൽ ഫൈസലിന്റെ വെളിപ്പെടുത്തലിലേക്ക്. കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങൾ വഴി സ്വർണ്ണക്കടത്ത് വ്യാപകമാണ്. അതിൽ കരിപ്പൂർ വഴി ഉള്ള സ്വർണ്ണക്കടത്ത് അതിൻ്റെ ക്വാണ്ടിറ്റി, അത് വിവിധ ഏജൻസികൾ, കസ്റ്റംസും അതുപോലെ പോലീസ് അടക്കമുള്ള ഏജൻസികൾ പറയുന്നത് ക്വാണ്ടിറ്റി കൂടുതൽ കരിപ്പൂർ വഴിയുള്ള കടത്തിൽ നിന്നാണ്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ സ്വർണ്ണക്കടത്ത് കടത്തുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ കടത്തിലെ കണ്ണി എന്ന് വിശേഷിപ്പിക്കാവുന്ന ചരൽ ഫൈസൽ 24-നൊപ്പം ഉണ്ട്. കഴിഞ്ഞ 5 വർഷം, ഞാൻ മനസ്സിലാക്കുന്ന 5 വർഷം ഇതിന്റെ ഭാഗമായിരുന്നു നിങ്ങളല്ലേ? അതെ 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 ഏകദേശം 5 വർഷക്കാലത്തോളം ഈ അമാന ഗ്രൂപ്പിൻ്റെ ഒന്നിച്ചാണ് നമ്മൾ വർക്ക് ചെയ്തിരുന്നത്. സ്വർണം കടത്തിയിരുന്ന അമാന ഗ്രൂപ്പ് ആയിരുന്നു അത്. അവരാണ് ചെയ്യുന്നത്. നമുക്ക് സെക്യൂരിറ്റി ജോലിയാണ്. അവർ പറയും നമുക്ക് സെക്യൂരിറ്റി എയർപോർട്ടിൽ വരുന്ന അവരുടെ സ്വർണം എന്ന് പറയപ്പെടുന്നുണ്ട്. അവർ ആ സ്വർണത്തിന് നമ്മൾ സെക്യൂരിറ്റിയാണ് പോവാറ്. ആ കരിയർമാരെ എടുത്ത് നമ്മൾ അവിടുന്ന് വേറൊരു ടീമാണ് പിക്ക് ചെയ്യാനുള്ളത്. അവരത് പിക്ക് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കും. നമുക്ക് വണ്ടികളാണ് അവർ കാണിച്ചു തരിക. പിന്നെ മുബഷീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ സുഹൃത്ത് തന്നെയാണ്. അവൻ ത്രൂ ആണ് ഇത് കണക്റ്റ് ആവുക. അവൻ ഈ വണ്ടി കാണിച്ച് നമ്മൾ ഈ വണ്ടിക്ക് അകമ്പടി വാഹനമായി പോയി ഇത് അവർ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മളിത് എത്തിക്കും. ഈ സ്വർണ്ണം എവിടേക്കാണ് പോകുന്നത്? ഇത് കൊടുവള്ളിയിലേക്കാണ് പോകുന്നത്. ഈ അമാനക്കാരുടെ വീടുകളിലേക്കാണ് ഇത് പോകുന്നത്. അതായത് നമ്മുടെ ഈ അമാന ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഇക്ബാൽ അമാന, അതേപോലെ തന്നെ റഫീഖ്. സുരക്ഷിതമായി അവിടെ എത്തിക്കുന്നതിന് നിങ്ങൾക്ക് എത്ര പ്രതിഫലം കിട്ടും? നമുക്ക് ഒരു പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്ത് 20,000 രൂപ. ഫൈസൽ എത്ര കാലം ഇതിന്റെ ഭാഗമായിരുന്നു? ഞാനിപ്പോൾ 5 വർഷത്തോളം കാലമായി ഇതിന്റെ ഈ സ്വർണ്ണവുമായി സ്വർണ്ണമല്ല, നമ്മൾ സെക്യൂരിറ്റി സംബന്ധിച്ച് നടക്കുന്നു. രാമനാട്ടുകര അപകടത്തിന്റെ പിന്നിൽ അമാന ഗ്രൂപ്പാണെന്നും 5 ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം അമാന ഗ്രൂപ്പാണെന്നും ഫൈസൽ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും സാറേ, അവർ വിളിച്ചല്ലേ സാറേ നമ്മളാണ് പോയത്. അവർക്ക് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഉണ്ട്. ഇത് സാറേ ഞാൻ വീണ്ടും പറയാണ്, നമുക്കിത് പറയാനുള്ള കാരണം തന്നെ ഇത് ഒരു കാര്യത്തിന് ഇവർ വരിക, അല്ലെങ്കിൽ ഈ കേസിന്റെ കുറ്റപത്രം എന്തായി മോനെ, അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള ആളുകളുടെ സ്ഥിതി എന്താ മോനെ, ഇതൊക്കെ ചോദിച്ചു ഇവർ വരണ്ടേ? സ്വാഭാവികമല്ലേ? അവരന്ന് പറഞ്ഞൊരു വളരെ വ്യക്തമായിട്ട് മുബഷീർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ അമാന ഗ്രൂപ്പ് നമ്മളോട് വളരെ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മുബഷീറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ നമുക്കത് കേൾപ്പിച്ചു തന്നിരുന്നു, ഫോൺ വഴിയൊക്കെ കേൾപ്പിച്ചു തന്നിരുന്നു. അതായത് മോനെ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെന്നെ സംഭവിച്ചാലും, നിങ്ങൾ ഇനി കേസ് പെട്ടാലും, നിങ്ങൾ എന്ത് സംഭവിച്ചാലും നമ്മളുണ്ടാവും, അമാന ഉണ്ടാവും, ഈ റഫീഖ് ഉണ്ടാവും, ഈ ഇക്ബാൽ ഉണ്ടാവും, മുബഷീർ ഉണ്ടാവും എന്നൊക്കെ അന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമാനയുമായി ഇപ്പോൾ പിരിയാൻ കാരണം ഈ നമ്മുടെ 2021 നമ്മുടെ കേസ് കഴിഞ്ഞു. 3.5 കൊല്ലമായി. ഈ 3.5 കൊല്ലം എൻ്റെ ഈ മരണപ്പെട്ടു പോയില്ല എൻ്റെ സുഹൃത്തുക്കൾ 5 പേരും മരിച്ചു. ഇവർക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന്. ആ കേസ് കഴിഞ്ഞ് നമ്മൾ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങി നമ്മുടെ നാട്ടിലേക്കൊക്കെ വരൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ 3 വർഷക്കാലത്തോളം ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തെങ്കിലും ആ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന്. സാമ്പത്തികമായിട്ടോ വേറെ എന്തെങ്കിലും രീതിയിലോ. ആ കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട രീതിയിൽ, വളരെ കടങ്ങളും അതായത് ഇങ്ങനെ തന്നെ പറയാം, ഒരു നേരത്തെ അതായത് ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാതെ സ്വന്തം വീടുകളിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ അവർക്ക് ഇപ്പം നിലവിലുണ്ട്. ഇപ്പം മുബഷീറും ഇല്ല, ഈ അമാനിയില്ല, റഫീഖും ഇല്ല, ഇക്ബാലും ഇല്ല, ആരുമില്ല. ആ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടോ? അതിന്റെ FIR ഈ പറഞ്ഞ ആളുകൾക്കെതിരെ പരാമർശമുണ്ടോ? സാറേ, ഈ കുറ്റപത്രം 3.5 വർഷമായിട്ടും പോലീസ് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതുവരെ പോലീസ് എന്തുകൊണ്ടാണ് ഈ കുറ്റപത്രം ചാർജ് ചെയ്യാത്തത്? അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ പോലീസ് സമർപ്പിച്ചിട്ടില്ല. 2022 തൊട്ട് ഇവർ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങൾ, അതായത് ഈ GCC ഉൾപ്പെടെ മലേഷ്യയിൽ, ബർമ്മയിൽ, എല്ലാ സ്ഥലങ്ങളിലും ഇവർക്ക് സ്മഗ്ലിംഗ് ഉണ്ട്. അത് നമുക്ക് ഇത് എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ മുബി ത്രൂ. അത് ആദ്യ സമയങ്ങളിലൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് അമാന ഗ്രൂപ്പാണ്, നമ്മൾ അമാനയുടെ ആളുകളാണ്. ഈ അമാന ഗ്രൂപ്പിനായി മാസം എത്ര കാരിയേഴ്സ്, നമ്മളൊരു കണക്കനുസരിച്ച് എത്ര കാരിയേഴ്സ് സ്വർണം കൊണ്ടുവരാറുണ്ട്? സാറേ, മുബഷീർ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഒരു ദിവസം 10 പാസഞ്ചേഴ്സ്, അതായത് ഇന്ത്യയുടെ പല എയർപോർട്ടുകളിലായിട്ടും ഇറങ്ങുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇന്ത്യയുടെ പല 10 അല്ല, അതിൽ കൂടുതൽ ഉണ്ടായേക്കാം. മുബഷീർ പറഞ്ഞ അടിസ്ഥാനത്തിൽ 10 അല്ല, അതിൽ കൂടുതൽ ഉണ്ടായേക്കാം. ഇത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ടും പല എയർപോർട്ടുകളിലായിട്ടും ഈ കാലിക്കറ്റ് നല്ല ഇറങ്ങുന്നുണ്ട്. അതായത് ഈ കേസ് കഴിഞ്ഞ പിന്നെ ഇറങ്ങുന്നുണ്ട്. അത്തരത്തിൽ ചരൽ ഫൈസലാണ് 24-നോട് വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഷൈജു ചാവശ്ശേരിക്കും സതീഷിനുമൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. ചരൽ ഫൈസൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഫൈസൽ,
ഈ രാമനാട്ടുകര അപകടം എന്നുള്ളത് തുടക്കത്തിൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അതൊരു വാഹനാപകടം എന്ന തരത്തിലേക്കാണ് ആദ്യം അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നപ്പോൾ നമ്മളെല്ലാവരും അത് അങ്ങനെ ഒരു അപകടം നടന്നു എന്നതാണ്. അതിൽ 5 പേരാണ് മരിച്ചത് അന്ന്. പക്ഷെ പിന്നീടാണ് വളരെ ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇതൊരു സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില ചേസിങ്ങും അങ്ങനെ ചില കടത്ത് സംഘങ്ങൾ തമ്മിൽ നടന്നിട്ടുള്ള ഒരു കുടിപ്പകയുടെ ഭാഗമായി നടന്നതാണ് എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇപ്പോൾ അതിൽ താങ്കളുടേതായി താങ്കൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അമാന ഗ്രൂപ്പിൽ ഇതിലുള്ള പങ്ക് എന്താണ് എന്നത്, കരിപ്പൂർ വിമാനത്താവളം വഴി അമാന ഗ്രൂപ്പിന് വേണ്ടി സ്വർണ്ണക്കടത്ത് നടത്താറുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, താങ്കൾ അതിലെ സംഘാംഗം ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ താങ്കൾ ഈ വിഷയത്തിൽ, ഈ അപകടവുമായി ബന്ധപ്പെട്ട് നിലവിൽ പറയുന്ന ചില പുതിയ കാര്യങ്ങളുണ്ടല്ലോ, അതെന്താണ് ഫൈസൽ? അത് നമ്മുടെ ഈ 2021 ഈ രാമനാട്ടുകര കേസ് കഴിഞ്ഞ പിന്നെ ഇന്നേക്ക് 3.5 വർഷക്കാലത്തോളമായി. ഇത് സംശയിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് എന്തുകൊണ്ട് ഇതിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല, ഒന്ന്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് ചിന്തകളുണ്ട്, ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് അഭ്യൂഹങ്ങൾ കുറേ ആളുകൾ പറഞ്ഞു വരുത്തുന്നുണ്ട്. നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പം നമുക്ക് എന്താ ഇത് ചാനൽ ഈ 24നോടും മാതൃഭൂമിയോടൊക്കെ പറയണം എന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിൽ വന്ന് പറയണമെന്ന് നമ്മുടെ കൂട്ടമായിട്ടുള്ള എടുത്തുള്ളൊരു തീരുമാനം. നമ്മുടെ ഈ കേസിലെല്ലാ പ്രതികളും, അതേ കൊടുവള്ളിയിലുള്ള പ്രതികളും നമ്മുടെ നാട്ടിലുള്ള പ്രതികളും എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനമാണിത്. എല്ലാവരും കൂടി അതിൽ എല്ലാവരോടൊന്നും അറിയിച്ചിട്ടില്ല, കൂട്ടത്തിൽ കുറച്ച് ആളുകളോട്. അപ്പോൾ അവരെടുത്ത തീരുമാനമാണിത്. സംശയം എന്തെന്ന് വെച്ചാൽ ഈ അപകടം എങ്ങനെ നടന്നു എന്നാണ്. അതായത് സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാമനാട്ടുകര ഇങ്ങനെ ഒരു അപകടം നടന്നു, ഒരു പുലർച്ചെ 4:30 സമയത്ത് അപകടം നടന്നു, 5 പേരും മരണപ്പെടുന്നു. ഈ 5 പേരും മരിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ട് അപകടങ്ങൾ സ്ഥിരം നടക്കാറുണ്ട്. അത് നമുക്ക് അതിൻ്റെ വഴിക്ക് പോകാറുണ്ട്. പക്ഷെ ഇതൊരു ഈ സ്വർണവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ അത് ആളുകളിലേക്കുള്ള ചിന്ത അത് വളരെ കൂടുതലാണ്. അതായത് ഇതെങ്ങനെ മരണപ്പെട്ടു, 5 പേരും സ്പോട്ട് ഡെത്ത് എങ്ങനെ സംഭവിച്ചു, അതായത് പോലീസ് അതിൽ എത്ര കണ്ട് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ കേസിൻ്റെ അന്വേഷണ ഘട്ടം ഏതുവരെ എത്തി, ആ കേസ് പുനരാരംഭിക്കണം എന്നാണ് ഇപ്പോൾ എൻ്റെയും താല്പര്യം, ഈ മരിച്ചു പോയിട്ടുള്ള എൻ്റെ കൂട്ടുകാരുടെയുള്ള വീടുകളിലേക്കുള്ള ആളുകളുടെ താല്പര്യം. അപ്പോൾ സംശയങ്ങളാണ് നമുക്ക്. അതായത് ഈ മരണം എങ്ങനെ സംഭവിച്ചു, ഇവരെങ്ങനെ മരിച്ചു, നമ്മൾ ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ സംഭവം കേട്ടറിഞ്ഞ ഇങ്ങനെ സംഭവിച്ചു എന്നറിഞ്ഞപ്പോഴാണ് നമ്മളൊരു ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ പിന്നെയാണ് നമ്മൾ ആ സംഭവ സ്ഥലത്തേക്ക് എത്തിയത്. അപ്പോൾ നമുക്കിത് അന്വേഷിക്കണം, ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ആ ഒരു സംശയമാണ് നമുക്ക് ഇപ്പോഴും നിലനിൽക്കുന്നത്. സാധാരണഗതിയിൽ ഒരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയാത്ത ആളുകൾ, അതായത് എയർപോർട്ട് പരിസരത്തുണ്ടായിരുന്നു. അതായത് ഈ കേസ് നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ പോലും അറിയാത്ത വണ്ടികൾ ഈ ചേസിങ് നടക്കുന്നതിൻ്റെ ഇടയിൽ ഇടയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ആ വണ്ടികൾ, അതായത് അത് എങ്ങനെയാണ് നടന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്താ. സ്വാഭാവികമായിട്ടും ഞങ്ങളവിടെ വന്ന സമയത്ത് ഒരു ലോറിയാണ് അവിടെ നിന്നിരുന്നത്. പക്ഷേ ആ ലോറിക്ക് അങ്ങനെ പരിക്കുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴും അതൊക്കെ ഇങ്ങനെ അതിനൊക്കെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പഠിക്കുകയാണ്. അതായത് എങ്ങനെയാണ് ആ ലോറിക്ക് നിസ്സാരമായിട്ടുള്ള ഒരു പരിക്ക്, അതായത് ആ റൈറ്റ് സൈഡിലെ ചില്ല് മാത്രം, അതായത് ആ ഫ്രണ്ടേജിൻ്റെ സൈഡിൽ മാത്രം ചെറിയൊരു പരിക്ക്. ഈ വാഹനം വളരെ, അതായത് ദയനീയപരമായിട്ടുള്ള അവസ്ഥയിലിരുന്നു വാഹനത്തിൻ്റെ പരിക്ക്. വാഹനം മൊത്തം പൊളിഞ്ഞ രീതിയിൽ. പിന്നെ 5 പേരുടെ മൃതദേഹങ്ങൾ, മെയിനായിട്ടുള്ള കാരണം ഞാൻ ഇപ്പോഴും കണ്ട വ്യക്തിയാണ്, നേരിട്ട് കണ്ട ആളാണ്. ആ മരണ സംഭവ സ്ഥലത്ത് ഞാൻ നേരിട്ട്. ഫൈസൽ, എൻ്റെ സംശയം, ഇപ്പൊ അന്ന് ഈ സ്വർണം കൊണ്ടുവന്നത് ഷെഫീഖ് എന്നൊരാളാണ്. അദ്ദേഹം സ്വർണം കൊണ്ടുവന്നു, പക്ഷേ വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റംസ് പിടികൂടുകയാണ് അദ്ദേഹത്തെ. അങ്ങനെ ഈ സ്വർണം പുറത്തേക്ക് കടത്തിക്കൊണ്ട് പോകാൻ അന്ന് എനിക്ക് തോന്നുന്നത് കൊടുവള്ളി സംഘമാണ്, ഈ സംഘം ആണ് അവിടെ കാത്തു നിന്നിരുന്നത്, ഷെഫീഖിനെ കാത്തു നിന്നിരുന്നത്. പക്ഷേ ഈ സ്വർണം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള വിവരം അത് മറ്റൊരു സംഘം അറിയുന്നു, കണ്ണൂർ സംഘം. ഇങ്ങനെ കുറേ സംഘങ്ങളുണ്ടല്ലോ. കണ്ണൂർ സംഘം ഇത് അറിയുന്നു. അതൊരു പക്ഷേ ഷെഫീഖ് തന്നെ ചോർത്തിക്കൊടുത്തതാണോ എന്നൊക്കെയുള്ള സംശയം. അപ്പോൾ ചെർപ്പുളശ്ശേരി സംഘം, എനിക്ക് തോന്നുന്നു താങ്കൾ ഈ ചെർപ്പുളശ്ശേരി സംഘത്തിൻ്റെ ഭാഗമാണോ താങ്കൾ? അതെ മാഡം, ഈ സ്വാഭാവികമായിട്ടും ഈ കണ്ണൂരുള്ള സംഘം എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് ഈ അർജുനായങ്കി എന്ന് പറയുന്ന വ്യക്തി ഞാനൊക്കെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട്, അതായത് കുറേ കാലമായി, നമുക്ക് ഇങ്ങനെ പശ്ചാത്തലമുള്ളതൊക്കെ കുറേ കാലമായി. അപ്പം നമുക്കറിയാം ഈ അർജുനായങ്കി എന്ന് പറയുന്ന വ്യക്തി, അതായത് അവനിലേക്കൊക്കെ ഈ അന്വേഷണം പോകേണ്ട, അവനെ അന്വേഷിക്കണം പോലീസ്, അവൻ അതവിടെ വന്നിട്ടുണ്ട്, കാരണമുണ്ട്. പക്ഷേ ഈ ഓപ്പറേഷൻ അതായത് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് അമാന എന്ന് പറയുന്ന ഗ്രൂപ്പ്, അവരാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഉദ്ദേശം വേറെ ഒന്നായേക്കാം. കണ്ണൂർ സംഘം അവിടെ എങ്ങനെയാണ് എത്തിയത് ഫൈസൽ? കണ്ണൂർ സംഘം അല്ലല്ലോ, ഈ കൊടുവള്ളി സംഘത്തിനാണ്
ഇത് കാരിയറായി അന്ന് ഈ സ്വർണം അവിടെ എത്തുമെന്നുള്ള വിവരം ഉണ്ടായിരുന്നത്. പക്ഷേ കണ്ണൂർ സംഘം എങ്ങനെയാണ് ഇത് അറിഞ്ഞത്? അത് ഈ ഷെഫീഖ് തന്നെ ചോർത്തി കൊടുത്തതാണോ? കണ്ണൂർ സംഘം പിന്നീട് അവിടെ മടങ്ങാനുള്ള കാരണം ഷെഫീഖ് പിടിയിലായി എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണോ? അപ്പോൾ ഈ ചെർപ്പുളശ്ശേരി സംഘം അവിടെ എത്തിയത് എന്തിനാണ്? സുരക്ഷ കൊടുക്കാനാണോ എന്ന് താങ്കൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അതായിരുന്നു താങ്കളുടെയൊക്കെ ദൗത്യം എന്നുള്ളത്. അപ്പോൾ കൊടുവള്ളി സംഘത്തിന് സുരക്ഷ കൊടുക്കാൻ വേണ്ടിയാണോ നിങ്ങളുടെ സംഘം എത്തിയത്? ഇങ്ങനെ ഇതിൽ കുറച്ച് ആശയക്കുഴപ്പങ്ങളുണ്ട്. അതൊന്ന് ദൂരീകരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഈ അർജുനായികി എന്ന് പറയുന്ന വ്യക്തി വന്നത് നമുക്കറിയില്ല. അത് കൊടുവള്ളി അമാന ഗ്രൂപ്പിന് മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ്. ആ സ്വർണം അവിടെ പിടിച്ചു എന്നുള്ളത് ചിലപ്പോൾ അർജുനായികി എന്ന് പറയുന്ന വ്യക്തിക്ക് അത് ഇൻഫോർമേഷൻ ആ മുഹമ്മദ് ഷെഫീഖ് എന്ന് പറയുന്ന ആള് പാസ് ചെയ്തിട്ടുണ്ടായേക്കാം. പിന്നെ അവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. നല്ല ക്രൗഡായിരുന്നു, ഒരുപാട് ടീമുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അർജുനായിക്ക് പിന്മാറി. അത് അന്ന് ആ സംഭവം ഇങ്ങനെയാണ് കേട്ടത്. ഈ അർജുനായിക്ക് എന്ന് പറയപ്പെട്ട വ്യക്തിയെ കാലിക്കറ്റ് എയർപോർട്ട് തൊട്ട് രാമനാട്ടിലെ സിഗ്നൽ വരെ അതായത് ഓടിച്ചു കളയാണ് ചെയ്തത്. ഈ അർജുനായിക്ക് പോയ ശേഷമാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്. അതായത് ആ അർജുനായിയുടെ വണ്ടിക്കിട്ട് ചേസ് ചെയ്തു. അതായത് 10ഓളം വണ്ടികളാണ് ചേസ് ചെയ്തത് ഈ അർജുനായിക്ക് ഇട്ടിട്ട്. ഈ അർജുനായിക്ക് പോയി, അതായത് അവൻ ഒരു വണ്ടി, ആ അർജുനായിയുടെ കൂട്ടത്തിലടക്കം വേറെ ആളുകളുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കണം. അതായത് അന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്നില്ല. അത് അവരെത്ര വണ്ടികളുണ്ട്, അവരെങ്ങനെയാ വന്നതൊക്കെ പോലീസ് അന്വേഷിക്കണം. അവർ വേറെ ആളുകളുണ്ടോ? അതുപോലെ തന്നെ ഈ പറയപ്പെട്ട ഈ കേസിൽ നമ്മളറിയാത്ത വണ്ടികളെന്ന് അവിടെ ഉണ്ടായിരുന്നു. ആ വണ്ടികൾ ആരൊക്കെയെന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ ഈ അമാന ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഈ മേഡം ഞാൻ പിന്നെയും പറയുകയാണ്, ഈ 2021 ഈ അപകടത്തിന് ശേഷം 2022 തൊട്ട് ഈ ഇക്ബാൽ അമാന എന്ന് പറയുന്ന വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എടുത്ത് ജസ്റ്റ് വീക്ഷിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഈ 2021 ഈ അമാന ഗ്രൂപ്പ് ഒന്നുമില്ലായിരുന്ന സമയമായിരുന്നു. ഈ 2022 ശേഷം ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു കൊടുവള്ളിയിലെ ഒരു പ്രാദേശിക ഒരു ചാനൽ പുറത്തുവിട്ട ഒരു വാർത്ത ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതായത് കൊടുവള്ളിയിലെ MK മുനീർ എം എൽ എ എമിറേറ്റ്സിൽ ഈ അമാന എംബ്രൈസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതായത് അമാന എംബ്രൈസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഈ എമിറേറ്റ്സിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു. അതായത് MK മുനീർ എം എൽ എയുടെ നേതൃത്വത്തിലാണ് അത് അവിടെ ഉദ്ഘാടനം ചെയ്തത്. അതിൽ ആ കമ്മിറ്റിയിൽ അന്ന് പോയത് മിക്ക ആളുകളും കഫേ പോസെ ചുമത്തിയ ആളുകളായിരുന്നു. അവിടെ ഈ കഫേ പോസ് ചുമത്തിയ ആളുകളായിരുന്നു. ഈ അമാന എംബേഴ്സിന്റെ മെയിൻ കാര്യം എന്തെന്ന് വെച്ചാൽ അവരെന്തിനു വേണ്ടിയാണ് തുടങ്ങിയെന്ന് വെച്ചാൽ ഇവിടുത്തെ നിലവിൽ കേരളത്തിലെ ഒരുപാട് യുവാക്കളെ റിക്രൂട്ട്മെന്റ് ചെയ്യുക. ഇവരെ അമാന ഗ്രൂപ്പിന് പാസഞ്ചറായി ഈ കേരളത്തിൽ തന്നെ എയർപോർട്ടുകളിലും ഇന്ത്യയിലെ എയർപോർട്ടുകളിലേക്കും ഇറങ്ങാൻ വേണ്ടിയുള്ള ഒരു കാര്യമൊക്കെയാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഞാൻ വീണ്ടും പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ അന്വേഷണം പുനരാരംഭിക്കണം. പിന്നെ അവരുടെ സാമ്പത്തികഗതി നല്ല രീതിയിൽ വളർന്നു. ഈ സാമ്പത്തികം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് എന്നല്ലേ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ശരി, ഞാൻ ചരൽ ഫൈസലിലേക്ക് വരാം.